ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഈദ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. കേരള ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും അതേസമയം വളരെ ടേസ്റ്റിയുമായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈക്വലായിട്ടുള്ള ഇഞ്ചിയും, പിന്നെ ഏകദേശം ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ളതാണ് പച്ചമുളകിന്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് പുതിന ഇലയും 1 കപ്പോളം മല്ലിയിലയുമാണ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് ബസ്മതി അരിയാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് കഴുകി നല്ലതുപോലെ ഒന്ന് ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു 30 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്ത് വെക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അരി ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്ത് കിട്ടാനും പിന്നെ അരി ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലോട്ട് ചേർക്കേണ്ടത് നാരങ്ങാ നീരാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഞാൻ നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എത്രയും കൂടുതൽ നേരം വെക്കുന്നോ അത്രയും നല്ലതുപോലെ ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് ഒന്ന് പുരണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു മീഡിയം പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് വലിയ പീസല്ല, കറിയെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഏകദേശം ഈ വലുപ്പം വരും. ഞാൻ എടുത്തു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചതച്ചാൽ മതി, പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയെല്ലാം ഞാനിതുപോലെ ചെറിയ ഫൈൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനകത്തുനിന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് മാറ്റി വെക്കണം. ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി എടുക്കുമ്പോൾ എല്ലാം ഒരുപോലെയുള്ള കനത്തിലുള്ള പീസസ് വേണം നമ്മൾ മാറ്റി വെക്കാൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി വെക്കാം. ഞാൻ ഇവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ നിറം ആകുമ്പം കിസ്മിസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് ബ്രൗൺ നിറം ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ കോരാൻ തുടങ്ങാം. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ബ്രൗൺ ആയിക്കോളും. ഇപ്പോൾ ഞാൻ വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ ഉള്ളി വറുത്ത എണ്ണ തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ എണ്ണ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ല സമയം എടുത്ത് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലതുപോലെ വഴണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് സമയമെടുത്ത് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്കായ,
കുറച്ച് കുരുമുളക്, ഒരു പട്ട, 2 ഗ്രാമ്പു, സ്റ്റാർ അനീസിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ ബേ ലീഫ്, ഇത്രയും കൂടെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കുവാണ്. ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ഗരം മസാല പീസസ് എടുത്ത് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ആ ബിരിയാണി കഴിക്കുമ്പം ഇത് ഒന്ന് കടിക്കുമ്പോൾ വല്ലാത്ത ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്ത് മാറ്റുന്നത്. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുവാണ്. ഓരോ ബ്രാൻഡ് അരിക്കും വേഗിൻ്റെ സമയം കുറച്ച് വ്യത്യാസം വരും. എന്നാലും ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതാണ്. മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയതാണ് ടൊമാറ്റോ. എന്നിട്ട് ആ മിക്സി തന്നെ ഒന്ന് കഴുകി ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് ആ ഗ്രേവിയായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രേവിയെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്തെങ്കിലേ ആ ഫ്ലേവർ വരത്തുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. ചിക്കൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം 30 മിനിറ്റാണ്. അപ്പോൾ 30 മിനിറ്റ് വരെ ഇത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ അരിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് നാരങ്ങാനീര്. ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് അരി ഊറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. ഞാൻ എടുത്തു വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഫുള്ളും ചേർത്ത് കൊടുക്കുന്നില്ല, ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കാം. ഈ മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അതൊരു പിടിയെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ബാക്കി 15 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. ഞാനത് മാറ്റുന്നില്ല. ആ ചിക്കൻ്റെ ഗ്രേവിയുടെ മേളിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഒരിക്കലും ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയാൽ നമ്മുടെ ബിരിയാണിക്ക് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും മാറും. അത് കാരണം റൈസിൻ്റെ പരുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൈസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത നെയ്യൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് വറുത്ത് വെച്ച ഉള്ളിയാണ്. ഉള്ളിയും നമുക്കിങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടും പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അത് കൂടെ ഉള്ളപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിക്കുമ്പം നല്ലൊരു ഫ്ലേവറും ഒരു നല്ലൊരു മണവും വരും. ഇത് ദം ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ക്ലോസ് ആയിരിക്കുന്ന ഒരു അടപ്പുള്ള പാത്രം വേണം എടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഏറ്റവും ചെറിയ ബർണർ വെച്ച് ഇത് ദം ചെയ്യാവുള്ളൂ. ദം ചെയ്യുമ്പോൾ ലോയിലുമല്ല, അതിലും താഴെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം വേണം യൂസ് ചെയ്യാൻ. സിമ്മിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ അടപ്പ് തുറക്കാവുള്ളൂ. 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണെങ്കിലും ബെറ്റർ.
ഈ രീതിയിൽ നമ്മൾ ദം ചെയ്യുവാണെങ്കിൽ ഈ ദോശക്കല്ലിൻ്റെ പുറത്ത് വെക്കേണ്ട ആവശ്യമോ അല്ലാതെ മൈദ പുരട്ടേണ്ട ആവശ്യമോ ഒന്നും വരത്തില്ല. നമുക്ക് വളരെ എളുപ്പം തന്നെ ദം ചെയ്ത് നല്ല പെർഫെക്റ്റ് ബിരിയാണി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ഞാൻ കളറോ വേറെ ഒന്നും ചേർക്കുന്നില്ല. കാരണം ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നല്ല കളറ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലകളൊക്കെ ചേർക്കണം. ഇലകളൊക്കെ നേരത്തെ ചേർത്ത് വെച്ചാൽ ഈ ആവി കൊണ്ട് ഈ ഇലകളെല്ലാം അങ്ങ് വാടും. അപ്പോൾ പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഞാൻ ദോശക്കല്ലൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോശക്കല്ല് വെക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇതിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ കളറ് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല കളറും ഇതിനുണ്ട്. ഇത് 2-3 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസ് ഉണ്ടെങ്കിലും അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.